ഈ മണ്ണിലെൻ്റെ ക്ലേശമൽപകാലം മാത്രം മാഞ്ഞു പോമതുകിനാവുപോൽ നിത്യ തേജസ്സിൻ ഖനമാണതിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഖനമാണതിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ ആദന്നാനന്ദമേ ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആദന്നാശയേ ആദന്നാനന്ദമേ ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാമത്തെ ദിവസക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലവും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു ഒരു നല്ല പ്രഭാതത്തിൽ കൊണ്ടുവന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച സകല മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളെയും അറിയാവുന്ന കർത്താവ് അടിയങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കളെയും അറിയുന്ന ദൈവമാകിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾ ചേർന്നൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ആ വീര്യം പ്രവർത്തിക്കുന്ന കരം തൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ചലിപ്പിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ദാനമായി തന്ന മക്കളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗവും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. സമാധാനവും സന്തോഷവും എല്ലാ സൗഖ്യവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകുമാറാകണം. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലെ ജോലിയിലെ വിശ്രമത്തിലൊക്കെ കൂടെ ഇരിക്കണം. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമാറാകണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിച്ചോണേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളോട് കൂടെ ഇരിക്കണമേ. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ അറിയുന്നല്ലോ. നല്ല ജയമൊരുക്കിയവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുത്ത് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും ഇടയാക്കുമാറാകണം. ദൈവമായ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യവും ബലവും കൊടുത്ത് സമാധാനത്തിൽ സൂക്ഷിക്കണമേ. നല്ല പ്രതിഫലം കൊടുത്ത് നിറയ്ക്കണമേ കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച മക്കളെ തിരുമുൻപിൽ കൊണ്ടുതരികയാ. സ്വർഗത്തിലെ അപ്പൻ ഉപജനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവെ. കൂടുതലൊന്നും വേണ്ടപ്പാ. ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ അനുവദിക്കാതെ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ തൻ്റെ മക്കൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കൊടുത്ത് പോറ്റി പുലർത്തുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കുന്ന മാസമായി മാറട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കട്ടെ. തക്ക തുണ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളണം. ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണം. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതങ്ങൾ കഴിച്ചു കൂട്ടുന്നവർ, കർത്തവ്യവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാ. നാഥാ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലാ. ഞങ്ങളുടെ മദ്യപാനികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തണം. അവർ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരണം. എൻ്റെ യേശു കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. നിൻ്റെ സമാധാനം തൻ്റെ മക്കൾ അനുഭവിക്കട്ടപ്പാ. ആ സ്നേഹം അനുഭവിക്കട്ടെ കർത്താവേ. ആ കൃപയിലൊന്നാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ജോലി ചെയ്യാൻ അലസതയായിരിക്കുന്ന മക്കളുണ്ടപ്പാ. അവരെ തിരുമുൻപാകെ ഏൽപ്പിക്കുകയാണ്. അവരുടെ മടിയും മന്ദതയും എടുത്തു മാറ്റി അവർക്ക് ബുദ്ധിയും ജ്ഞാനവും അപ്പച്ചൻ കൊടുത്ത്
നന്നായി ഹല്ലേലൂയ കർത്താവേ അവർക്കൊരു ഉപജീവനമാർഗം കൊടുത്ത് അത് ചെയ്തെടുപ്പാൻ കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന് അവർ അനുഗ്രഹമായി മാറട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മക്കളായി തീരട്ടെ. ദൈവം അവരെ കരുതണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അജേഷിനെയും അഭിലാഷിനെയും അമ്പിളിയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിജിത്തിനെയും മനുവിനെയും മണിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്നെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിച്ചാട്ട് ദൈവമേ ആ കുടുംബത്തോടെ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാ. സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവേ, വിദേശത്ത് PR ലഭിക്കേണ്ട ജീവിതം, റിസൾട്ട് അറിയേണ്ട പൈതല് എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ സ്വർഗം വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. അവരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വർഗമാ ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് ഓരോ മക്കളെയും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. സ്നേഹത്തോടും സന്തോഷത്തോടും മാതാപിതാക്കൾ ഒന്നിച്ച് മക്കളും മരുമക്കളുമായി ചേർന്ന് കർത്താവേ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഒരു അവസരം നൽകിക്കാട്ടെ. അങ്ങനെ ബുദ്ധിമുട്ടടി അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് നീ വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്നേഹത്തിൻ്റെ ആത്മാവിനെ നൽകണമേ. ക്ഷമയുടെയും സൗമ്യതയുടെയും ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് ഹല്ലേലൂയ അടിയൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഹല്ലേലൂയ കർത്താവ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര. യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. വഴിയിൽ വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖിതരെയും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിക്കുന്നു. അരുതാർത്ഥത്തിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. ദുഷ്ട പിശാച് കാണാതെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനങ്ങളെ പരിസരങ്ങളെ അതിരുവരമ്പ് വസ്തുവക സർവ്വസമ്പത്തും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് കൊള്ളുമാറാകണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽകുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും കാത്തുകൊള്ളുമാറാകണം. എല്ലാ ആപത്തനത്തുനിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണം. ഇത് വക്രതയും കോട്ടം നിറഞ്ഞ ലോകമാ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എല്ലാവരെയും സമാധാനത്തിലും സൗഖ്യത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും കർത്താവ് കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറി കൃപയ്ക്കുള്ളിലെയും പൊതിഞ്ഞാട്ടെ. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ അടിയൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അവിടുന്ന് അങ്ങ് ഗിലിയാദിലെ സുഗന്ധ കുഴുമ്പുമായി കടന്നു വന്ന് ഞങ്ങളുടെ രോഗികളുടെ മേൽ ഹല്ലേലൂയ പ്രവർത്തിച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാ വിടുതലും അവർ പ്രാപിച്ച് സൗഖ്യമുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മഹത്വമരെ സാക്ഷ്യം കരറ്റുന്ന മക്കളായി മാറുവാൻ എല്ലാവരോടും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. ദൈവ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. എല്ലാ സമാധാനവും നൽകി സഹായിക്കണം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സ്വർഗത്തിലെ അപ്പൻ്റെ സമാധാനം കൊടുത്ത് മുൻപോട്ട് ജീവിപ്പാൻ സഹായിച്ചാൽ എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.